നമസ്കാരം. ജ്യോതിഷതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ഇന്നെന്തോ കാര്യമായി പ്രേക്ഷകരോട് പറയാനുണ്ട്. നമസ്കാരം. എന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടും നിങ്ങളുടെ ആവശ്യങ്ങളും ഞാൻ ഈ ജ്യോതിഷം തന്നെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചില സമയത്തിന് ഈ ഫോൺ എടുക്കാൻ വയ്യാവുന്ന കൂടുതൽ ഫോണുകൾ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്. അത് എല്ലാവർക്കും അറിയാം, അത് ആൾക്കാർ പറഞ്ഞു എനിക്കറിയാം. എങ്കിലും എൻ്റെ സംശയം, ഞാൻ പലരുടെയും സംശയങ്ങൾക്ക് ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. നിങ്ങൾക്കും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാം, കാര്യങ്ങൾ സംസാരിക്കാം. എന്ത് സംശയം പറയാനും ചോദിക്കാനും നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണിത്, യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. എൻ്റെ അനുഭവത്തിൽ ഇത് നല്ലവണ്ണം വിജയിക്കുമെന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം. ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്, എല്ലാം വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നന്നായി എന്ന് പറഞ്ഞവരുണ്ട്, മോശം പറഞ്ഞവരുണ്ട്, പലർക്കും പല അഭിപ്രായക്കാരാണല്ലോ. അതുപോലെ തന്നെ ജ്യോതിഷം ശരിയല്ലെന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് അവരോടെല്ലാം പറയാൻ പറ്റും തരണം, ജ്യോതിഷം സയൻസാണ്, അത് തെളിയിക്കാൻ കഴിയുകയും ചെയ്യും. അതിനെക്കുറിച്ച് വരും എപ്പിസോഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാൻ തയ്യാറാണ്. അതിനുള്ള ബാധ്യസ്ഥനാണ് ഞാൻ. അത് പറയും, തീർച്ചയായിട്ടും പറയും. കാരണം വെച്ചാൽ പലരുടെ സംശയങ്ങളാണ്. ജ്യോതിഷം ശരിയാണ്, പലരും എന്നുണ്ട് ദൈവമുണ്ടോ, ജ്യോതിഷം ശരിയാണോ. എൻ്റെ ചെവി കേട്ടുള്ള ചിലർ പറഞ്ഞിട്ടുണ്ട്, കൊച്ചുകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഇതാ വരുന്നത് ബുധനും ശുക്രൻ ഇതാ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളവരുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷേ അതിനൊരു രസമുണ്ട്, കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അതൊരു സന്തോഷമാണ്. നിങ്ങൾ തരുന്ന സ്നേഹവും ഈ ഒരു സംശയങ്ങളുടെ ചോദ്യങ്ങളും ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നന്നാവട്ടെ. ചോദിക്കാം, എന്തിനെക്കുറിച്ച് ഒന്നും സംശയങ്ങൾ ചോദിക്കാം. എന്നാൽ കഴിയുന്നവർ ഞാൻ പറഞ്ഞിരിക്കും. അത് എൻ്റെ വിശ്വാസമാണ്, ഞാൻ പഠിച്ചതാണ്, എൻ്റെ ലക്ഷ്യമാണ്. തീർച്ചയായും ഇന്നും സംശയങ്ങളുണ്ട്. ചോദിച്ചു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ വിവാഹ ജാതക പൊരുത്തങ്ങളെക്കുറിച്ച്. പറഞ്ഞു. അത് ഹിന്ദുമത വിഭാഗത്തിലാണെങ്കിൽ വളരെ കൂടുതലായിട്ട് ജാതക പൊരുത്തങ്ങൾ നോക്കുന്നു. മറ്റു മതസ്ഥരും ഇത് ജാതക പൊരുത്തം നോക്കിയിട്ട് തന്നെ വിവാഹം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രവണത അനുസരിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവെ എല്ലായിടങ്ങളിലും വിവാഹമോചന കേസുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ജാതക പൊരുത്തം നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരെ കണ്ടിട്ടായിരിക്കാം ഈ ജാതക പൊരുത്തങ്ങൾ, പക്ഷേ വധുവിൻ്റെ ഭാഗത്തുനിന്നും വരൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നോക്കുന്നതിന് പുറമെ ഒരാൾ തന്നെ രണ്ട് ജ്യോതിഷികളെ കാണിച്ചൊക്കെ പൊരുത്തങ്ങൾ നോക്കി വിവാഹം നടത്തുന്നു. പക്ഷേ പിന്നീട് വിവാഹമോചനമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒരു ജ്യോതിഷിയെ കാണുമ്പോൾ ആ ജ്യോതിഷി വയ്ക്കും, നിങ്ങൾ ജാതക പൊരുത്തം നോക്കിയില്ലേ എന്നൊരവസ്ഥ കൂടെ ഇന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല ചോദ്യമാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ അടുത്ത് വന്ന് ജ്യോതിഷം നോക്കുമ്പോഴും രേഖാശാസ്ത്രമൊക്കെ നോക്കുമ്പോഴും ചില ജാതകങ്ങൾ കാണുമ്പോൾ, ചില കൈരേഖകൾ കാണുമ്പോൾ എനിക്ക് വൈദ്യകീയ യോഗം ഞാൻ കണ്ടിട്ടുണ്ട് പലതിലും. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇവിടെ പരിസരത്തുണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നെൻ്റെ ചോദിച്ചിട്ടേ പൊരുത്തം കല്യാണം നടത്താവേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ, എനിക്ക് ചെറിയ തോതിലൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊരവസ്ഥ വന്ന് എന്നെ അന്വേഷിച്ച് നടന്നിട്ട് കാണാതെ കല്യാണം നടത്തിയിട്ടുണ്ട്. കല്യാണം നടന്നതിന് ശേഷം ഇപ്പോൾ ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ പൊരുത്തം നോക്കുന്നത് പലരും പല രീതിയിലാണ് ജ്യോതിഷം നോക്കുന്നത്. കാരണം വെച്ചാൽ അത് സംഭവം, ഗ്രഹനില, രീതി, നക്ഷത്രം എല്ലാം ഒന്നാണ്, പക്ഷെ നോക്കുന്ന രീതിയുടെ വ്യത്യാസമാണ്. ഞാൻ നോക്കുമ്പോൾ ലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപൻ 6ലോ 8ലോ 12ലോ നിൽക്കുകയാണെങ്കിൽ ആണോ അല്ലയെന്ന് ഞാൻ നല്ലവണ്ണം നോക്കും. നക്ഷത്രപ്പൊരുത്തങ്ങൾ മാത്രം പോരാ, ഭാവജാതകമാണോ അല്ലയെന്ന് നോക്കണം. അപ്പോൾ ഇതെല്ലാം നോക്കി വന്നാൽ മാത്രമേ അതുകൊണ്ട് അർത്ഥമുള്ളൂ. ഇപ്പോൾ 50% പൊരുത്തം ഉണ്ടെങ്കിൽ മതി, കല്യാണം നടത്താം. 50-55% ഉണ്ടെങ്കിലും പൊരുത്തം നോക്കാം. പക്ഷേ അത് വേണ്ടത് ലഗ്നത്തിൻ്റെ 7ാം ഭാവം, അതായത് ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീ ഭാര്യയ്ക്കും, അതുപോലെ സ്ത്രീ ആണെങ്കിൽ പുരുഷൻ ഭർത്താവിനും 7ാം ഭാവാധിപൻ ബലവാനായിരിക്കണം. സ്വക്ഷേത്രാധിപനോ ബന്ധക്ഷേത്രാധിപനോ ഉച്ചക്ഷേത്രാധിപനോ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർ തങ്ങളുള്ള ഐക്യമത്യം പൂർണ്ണമായിട്ടും അവർ ജീവിച്ചു പോകും, സഹകരിച്ചു പോകും. അത് 6ൽ നിന്നാൽ ശത്രുവാവും, 8ൽ നിന്നാൽ നഷ്ടപ്പെടും, 12ൽ നിന്നാൽ രോഗിയാവും. അപ്പോൾ ഇത് ഒരെണ്ണം കൊണ്ടല്ല, മൊത്തം സ്ഥാനങ്ങളിൽ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ചിലർ നോക്കുമ്പോൾ പൊരുത്തം കുഴപ്പമില്ല, 10ൻ്റെ 80% പൊരുത്തമുണ്ട്, 90% പൊരുത്തമുണ്ട്. പക്ഷേ അവർ ജീവിക്കില്ല, മരിച്ചു പോകുന്നല്ല അർത്ഥം. ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമേ. അവർ ജീവിച്ചിരിപ്പുണ്ട്, 2 കട്ടിലോ 2 റൂമിലോ 2 വീട്ടിലായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു പഠനത്തിൽ പലരുടെ ജാതകങ്ങൾ കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭയങ്കര പൊരുത്തമായിരുന്നു, അവർ പിരിഞ്ഞിരിക്കുന്നു പറയും. അതിൻ്റെ കാരണം പൊരുത്തം നക്ഷത്രത്തെ കൊണ്ട് മാത്രമാണ്. നക്ഷത്രം 50% പൊരുത്തമോ 60% പൊരുത്തം ഉണ്ടെങ്കിൽ ഞാൻ പറയും ധൈര്യമായിട്ട്. അങ്ങനെയുള്ള പൊരുത്തങ്ങളാണ് ഈ പ്രേമിച്ചൊക്കെ പോകുന്നവർ, വിവാഹം കഴിക്കുന്നവർ, സുഖമായിട്ട് ജീവിക്കുന്നവർ. മറ്റ് ജാതിയിൽപ്പെട്ടവർ
അന്യമതസ്ഥർ. അത് ഈ പുറത്ത് നോക്കിയിരുന്നാൽ 40-50, പക്ഷേ അവരുടെ 7ാം ഭാവങ്ങൾ തങ്ങളിൽ നല്ല ബന്ധം, മുൻജന്മ സൗഹൃദം ഉണ്ടാവും. അത് ഈ പുറത്ത് നോക്കുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് കൈരേഖയിലും അങ്ങനെയാണ്. അങ്ങനെ അനുഭവ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. നക്ഷത്രപ്പൊരുത്തം മാത്രം കൊണ്ടൊന്നും ഒരിക്കലും കല്യാണം പൂർണ്ണമായിട്ട് വിജയിക്കില്ല. ഇവർ ഒന്നുകിൽ ഡൈവേഴ്സ്, ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ പിരിഞ്ഞു പോവുകയോ നഷ്ടപ്പെടുകയോ അങ്ങനെ പല വിധത്തിലാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്. 6-ൽ വന്ന 7ാം ഭാവം 6-ൽ വന്നാൽ ശത്രുവാകും, 8-ൽ വന്നാൽ നഷ്ടപ്പെടും, 12-ൽ വന്നാൽ രോഗിയാവും. അത് മാനസികമാകാം, മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ആകാം. അതിനുള്ള സന്ദർഭം വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് നക്ഷത്രപ്പൊരുത്തത്തിൽ മാത്രം വിശ്വസിക്കേണ്ട. എൻ്റെ അടുത്ത് മറ്റ് മതസ്ഥരും ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവരും പൊരുത്തം നോക്കുന്നുണ്ട്. നോക്കി തന്നെയാണ് അവരും പറയുന്നത്. ഞാനായതുകൊണ്ട് പറയുകയില്ല. ഞാൻ ഓക്കെ പറഞ്ഞാൽ പിന്നെ അവർ നോക്കിയിട്ടില്ല. പലരും എന്തിനാ കോട്ടയത്ത് നിന്ന് വരെ പുറത്ത് നോക്കാൻ വേണ്ടി ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഇന്നും വലിയ കുഴപ്പമില്ലാതെ പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം, പക്ഷെ അത് രഹസ്യമാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അമ്മമാരൊക്കെ ആയിരിക്കും പുറത്തുനിന്ന് നോക്കാൻ പോകുന്നത്. പെണ്ണെ കെട്ടിച്ച് വിട്ടിട്ട് അവർക്ക് സ്വസ്ഥത വേണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്ന് ശകലമൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കും, നടത്തുമെന്ന് അവർ അനുഭവിച്ചിട്ടെന്ന് വിചാരിക്കും. ഇദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാട് പോകുമല്ലോ. ശരിക്കുള്ള യഥാർത്ഥ അച്ഛനോ യഥാർത്ഥ അമ്മയോ അനുവദിക്കില്ല. മറ്റുള്ളവർ വഴിയാണ് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ജോലി തീർന്നല്ലോ, അപ്പോൾ അവർ ഇതിൽ നിന്ന് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ട്. താങ്കൾ ഇത്രയും പറഞ്ഞപ്പോൾ വിവാഹത്തിന് മുമ്പും ഇപ്പോൾ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. പിന്നീട് വിവാഹമോചനത്തിൻ്റെ ഒരു സ്റ്റേജിലാണെങ്കിലും അപ്പോഴും കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. അത് മനഃശാസ്ത്രജ്ഞനായിരിക്കും ഇപ്പോൾ നടത്തുന്നുണ്ടാവുക. എപ്പോഴെങ്കിലും മനഃശാസ്ത്രജ്ഞർ താങ്കളെ സമീപിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. മനഃശാസ്ത്രജ്ഞർ മാത്രമല്ല, മനഃശാസ്ത്രജ്ഞന്മാർ തിരുത്തിയിട്ട് അവർ രക്ഷപ്പെടാതെ വരുമ്പോഴും എൻ്റെ തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറയും, ഞാനെന്നൊരു വ്യക്തിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ എന്ന് പറയുന്നത് ഞാൻ നോക്കുന്നത് ഈ വരുന്ന വ്യക്തി എന്തിനു വന്നു, എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചതിന് ശേഷം അവരടുത്ത് പറയും. അവരാരും എന്നോടൊന്നും പറയണ്ട. ഈ പറയും നിങ്ങൾ വന്നിട്ടാണെങ്കിൽ എന്നോടൊന്നും പറയണ്ട, എന്നെക്കുറിച്ച് അറിയുന്നവർ പറയും. വന്നു കഴിഞ്ഞിരുന്നാൽ ഞാൻ ഒന്നും ചോദിക്കില്ല. വരുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പറയും പേരിൻ്റെ അക്ഷരങ്ങൾ കാണില്ല, പക്ഷേ എണ്ണം കാണും. നിങ്ങളുടെ പേരിന് ഇത്ര അക്ഷരമുണ്ട്, നിങ്ങളുടെ പേര് ഇന്ന രീതിയാണ്, നിങ്ങൾ ഉണ്ണുന്നത് ഇങ്ങനെ, ഉറങ്ങുന്നത് ഇങ്ങനെ എന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കും. അപ്പോഴാണ് അവരൊക്കെ എന്നെ മനസ്സിലാവും. എന്തോ കേൾക്കാനുണ്ടെന്ന് പറഞ്ഞിരിക്കും, വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ മനഃശാസ്ത്രത്തെക്കാൾ, മനഃശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ മരുന്നോ കാര്യങ്ങളോ മാത്രമാണ്. നമ്മൾ പോയി പറയുകയാണ് എന്താണ് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് ഉറക്കം മരുന്നിൻ്റെ കാര്യങ്ങൾ തെറ്റല്ലാതെ സ്വാഭാവികം. പക്ഷേ അവർക്ക് എന്താണ് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നോ അവർക്ക് അറിയത്തില്ല. പക്ഷേ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളവരും നമുക്ക് കൈ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ തെളിയാത്ത അസുഖങ്ങൾ കൈരേഖ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും. അത് ഇന്ന് വരെ കണ്ടെത്താത്ത ഭാഗങ്ങളിലേക്കുള്ള പല കാര്യങ്ങളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഒരാളുണ്ട്, ഡോക്ടർ ചെയ്യാൻ പറ്റും, സ്കാൻ മെഷീനുണ്ട്, സ്കാൻ മെഷീൻ ചെയ്യാൻ പറ്റും. എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെയെങ്കിലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പഠനം നടത്തിയിരിക്കുന്നത്, ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ, ചോദിക്കാൻ വരാം. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ജാതകത്തോടൊപ്പം തന്നെ താങ്കൾ കൈരേഖകൾ നോക്കി അതിലൂടെ നിഗമനങ്ങൾ നടത്താറുണ്ട്. അതിലൂടെ ഈ വിവാഹ സംബന്ധമായ ചില അനുമാനങ്ങൾ ഹസ്തരേഖാശാസ്ത്രത്തിലൂടെ താങ്കൾ കണ്ടെത്തുന്നു. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഇത് രണ്ടും കൂടെ നോക്കണമെന്നാണോ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നക്ഷത്രം എന്ന് പറയുന്നത് 27 നക്ഷത്രമേ ഉള്ളൂ. കോടാനുകോടി ജനങ്ങളുണ്ട്. ഈ കോടാനുകോടി ജനങ്ങൾക്കും രേഖകൾ അത്രയും വ്യത്യസ്തങ്ങളാണ്. ഇപ്പം നിങ്ങളുടെ രേഖ അല്ല വേറെ ആക്കുള്ളത്. അങ്ങനെ ഈ കാണുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല ലോകം മൊത്തവും എല്ലാവർക്കും രേഖാശാസ്ത്രങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇപ്പോൾ 5 കുട്ടികൾ ഒരേ പ്രസവത്തിൽ ജനിച്ചിരുന്നാലും 5 പേരുടെയും രേഖ വ്യത്യാസമുണ്ട്. പക്ഷേ അവരുടെ നക്ഷത്രം, രീതി, ജാതകമൊക്കെ ഒന്നാണ്. ആ രീതിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ തൊഴിൽ വേറെ ആയിരിക്കും, ഇവർ നടത്തുന്ന വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ വേറെ ആയിരിക്കും. അപ്പോൾ ഇവർ ജനിച്ച നക്ഷത്രം, ആ ഗ്രഹസ്ഥിതിയോടൊപ്പം ആ പേര്, അവർക്ക് വരുന്ന പേര്, നാമശാസ്ത്രം. അപ്പോൾ ഈ 3നെയും കൂടെ കണക്ട് ചെയ്താണ് അവർ ജീവിതം പോകുന്നത്. അതുകൊണ്ടാണ് ഈ 5 പേർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം ജനിച്ചാൽ ജാതകം ഒന്നായിരിക്കും, അനുഭവങ്ങൾ 5 ആയിരിക്കും. അപ്പോൾ കൈരേഖയും നോക്കി, അവർ പേരിൻ്റെ ഫലവും നോക്കി, ഇതെല്ലാം കൂടെ നോക്കി, ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ വ്യക്തമായ ധാരണയിൽ ഇവർക്ക് ഏകദേശം ഒരു 80% നമുക്ക് പറയാൻ പറ്റൂ. പറയും, അത് നടന്നിട്ടുമുണ്ട്, നടക്കുന്നുമുണ്ട്. നാളെ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോഴെങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അത്രയും കാര്യങ്ങളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ജാതക പൊരുത്തം നോക്കുന്ന കാര്യത്തിൽ, അപ്പോൾ ചിലപ്പോൾ പൊരുത്തങ്ങളില്ല എന്ന് പറയുമ്പോഴും അത് നല്ലൊരു ബന്ധമാണ് എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ ആ ആലോചനയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. ഇതിന് വല്ല പ്രതിവിധികളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചിലർ പ്രേമവിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചില ദോഷങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ജാതകം നോക്കുന്നത്. അപ്പോൾ അതിനുശേഷം പ്രതിവിധിക്കായിട്ട്
അവർ ആരെങ്കിലും സമീപിക്കാറുണ്ട്. അത്തരം പ്രതിവിധികളുണ്ടോ? പ്രതിവിധികൾ ഞാൻ പറയുന്നത് മന്ത്രവാദമല്ല, തന്ത്രവാദമാണ്. ഒരു ബന്ധത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷമാണ് എൻ്റെ പരമാവധി സമയം. ഈ 3 വർഷത്തിനകത്ത് വെച്ച് ഇവർ തയ്ക്കാത്ത രീതിയിൽ ഒന്നിക്കാതെ വിട്ടു നിന്നാൽ, ഇപ്പോൾ 2 സ്ഥലത്ത് ജോലിയുണ്ട്, അപ്പോൾ 1 വർഷം ഒരുമിച്ച് അല്ലെങ്കിൽ 6 മാസം വിവാഹം കഴിഞ്ഞ് വീട്ടിൽ താമസിച്ച് അതിനുശേഷം ഒരാൾ ജോലിക്ക് പുറത്തു പോകുന്നു, ഒരാൾ വീട്ടിൽ തന്നെ ഉണ്ട്. അതൊരു പ്രതിവിധിയാണ്. കാര്യം ഒന്നിക്കുന്നില്ല. ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമേ. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഒരു മാറ്റം വരികയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഒന്നിക്കുന്നു. 1 വർഷത്തേക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്ക് ഒന്നിക്കുന്നു, വീണ്ടും അവർ പുറത്തു പോകുന്നു. എപ്പോഴാണോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനുള്ള സന്ദർഭം വരുന്നത്, അപ്പോഴിത് അവർ മനസ്സിലാക്കിയാൽ ആ ക്യാപ്പ് ഇപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ 1 മാസം മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ജോലി കണ്ടെത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് പ്രതിവിധിയാണ്. ഇതിൻ്റെ മന്ത്രവാദം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ദോഷപരിഹാരമായിട്ടോ ഇതിന് വിധി ഇല്ല. അങ്ങനെ സന്ദർഭം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇല്ല. മന്ത്രവാദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച പോലൊരു ഭാഗം, മന്ത്രവാദം വേണം, പക്ഷേ അത് എന്തിനു വേണ്ടി വേണം? നമ്മളൊന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് മന്ത്രവാദം അത്ര പൂർണ്ണമല്ല. അനുഭവങ്ങളിൽ കൂടെ പറയാം. നമുക്കൊരു വാസ്തുപൂജ, അതിന് മന്ത്രമുണ്ട്. മന്ത്രം അതിൻ്റെതായ രീതിയാണ്. ഒരു മനുഷ്യന് എന്തെങ്കിലും രോഗം, പേടിച്ചുണ്ടായ രോഗം, അതിന് മന്ത്രവാദം വേണം. കാര്യം വീണ്ടും അടുത്ത പ്രതിവിധിയിൽ പേടിപ്പാണ്. അതേപോലെയാണ് വീണ്ടും അത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു മന്ത്രവാദവും ഇല്ല. ഇത് തന്ത്രവാദമാണ്. കാര്യം എന്ത് സംഭവിക്കും, ആ സംഭവിക്കുന്ന ഭാഗത്തെടുക്കുന്ന സമയം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു പിരിഞ്ഞിരിക്കണമെന്ന് വിധിയാണ്. ആ പിരിഞ്ഞിരിക്കുന്ന വിധി സ്വയം അറിഞ്ഞ് പിരിഞ്ഞിരുന്നാൽ വീണ്ടും ഒന്നിക്കാം. അപ്പോൾ പുതിയ രീതിയിൽ അവർ വീണ്ടും ഒന്നിച്ചുകൊണ്ടിരിക്കും, പിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ പിരിയുന്നൊരു അതിന് തുല്യഫലമുണ്ടാവും. താങ്കൾ പറയുന്നത് ഒരു നയപരമായ സമീപനമാണ് ഇതിൽ തീർച്ചയായിട്ടും. അല്ലാതെ വേറെ രീതിയിൽ അതിൻ്റെ ആക്ഷൻ ഒന്നിൻ്റെ ആവശ്യമില്ല. നയപരമായി, ബുദ്ധിപരമായി ഈ കാര്യങ്ങൾ മാത്രമേ. ഇത് മറ്റുള്ളവരുടെ ഇതല്ല. എൻ്റെ പഠനത്തിൽ, എൻ്റെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ ഭാഗമാണ് പലരുടെയും ഭാഗം. അങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സക്സസ് ആണ്, 100% സക്സസ് ആണ്. നമ്മൾ എന്തിന് പിരിയണം, എങ്ങനെ പിരിയണം, അത് മരണത്തിലൂടെയാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ആദ്യം. മരണത്തിലൂടെയാണെങ്കിൽ അത് സംഭവിക്കും, നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അത് സംഭവിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫലം അതിനുണ്ട്. പക്ഷേ അത് പരസ്പരം മനസ്സിലാക്കണം. ഇന്നതാണ് സംഭവം, ഇന്ന ദോഷമുണ്ട്. അതിനൊരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അടി കൂടിപ്പിരിയും, അത് ഉറപ്പാണ്. കാര്യം പിന്നെ വേറെ മരണമൊന്നും അവിടെ ഇല്ല. രണ്ടുപേരും അടി കൂടി എന്നെ വീട്ടിലാവും. അത് മറക്കണ്ട, അത് വളരെ പ്രധാനമാണ്. എന്നാൽ ഇവർക്ക് ദീർഘപുരത്തുണ്ടെങ്കിൽ അടിപൊടിയോ വഴക്കൂടിയോ വീണ്ടും അവർ ഒന്നിച്ചോളും, ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞോളും. അതിനെയാണ് നമ്മൾ പൊരുത്തം എന്ന് പറയുന്ന സാധനം. അതിന് ജാതി മത ഭേദമന്യേ സർവർക്കും തുല്യമാണ്. സൂര്യൻ എല്ലാവർക്കും ഒന്നാണെങ്കിൽ, ഭൂമി എല്ലാവർക്കും ഒന്നാണെങ്കിൽ, ഫലവും എല്ലാവർക്കും ഒന്നുപോലെ തന്നെ ആയിരിക്കും. അതാണ് എൻ്റെ പറയാനുള്ള ഇത്. അപ്പം അതിന് മന്ത്രവാദം എന്ന് പറയുന്ന ഭാഗത്തോട് ഞാൻ അതിനൊന്നും യോജിക്കുന്നവനല്ല. ഇന്നത്തെ ചർച്ച വളരെ പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകർക്കും തങ്ങളുടെ സംശയങ്ങൾ ഇദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാനുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ ചേർക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.